Welcome to Talk of the Town. This is Sneha Abraham. This is Radhika Menon here. Talk of the Townന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് UAE മലയാളികൾക്ക് വളരെ സുപരിചിതമായ ആർട്ടിസ്റ്റുകളാണ്, മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണ് അല്ലേ രാധിക? അതെ, ഉറപ്പായിട്ടും. ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 2 ലൈൻ പാടണം. പാടിയാലോ? ആയിക്കോട്ടെ. ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. ഇവിടെ ശ്രുതിയും ലയവും മാത്രമല്ല, താളവും ഒന്നിക്കുകയാണ്. 3 വെൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കൂടെയുള്ളത്. പക്ഷേ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം മിസ് ചെയ്തു. നമ്മുടെ ബാക്ക് ബോൺ ഓഫ് ദ ഷോ ഉണ്ട്, വികാസ് അല്ലേ? വികാസ് ഇന്ന് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിൽ ജോയിൻ ചെയ്യുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷമങ്ങൾ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ആളുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് നമുക്ക് ശ്രീകുട്ടിയുടെയും അനുപേട്ടൻ്റെയും ഒരു ഡ്യുവറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി? ഏത് സോങ്ങാണ് പാടാൻ പോകുന്നത്? ഏത് സോങ്ങാണ്? പെരുമഴക്കാലം എന്നുള്ള സിനിമയിലെ പാട്ട് പാടാം. ജയചന്ദ്രൻ സാറിൻ്റെ കോമ്പോസിഷൻ. സോ നമുക്ക് ശ്രീലക്ഷ്മി അതിന് ഭാവങ്ങളും ശ്രീലക്ഷ്മിയുടെ താളം കൂടി ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, ഞങ്ങൾക്കൊരു ഓണസദ്യ കഴിക്കുന്ന പോലെ ആയിരിക്കും. ശരി. എത്ര കണ്ടാലും മതിവരില്ലല്ലോ നിന്റെ നീലാചന്തം, നിന്റെ കണ്ണു പൊത്തുമ്പോൾ ഇനി മറന്നോ നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ട ഞാൻ മോഹിച്ചു. നിൻ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാമിൻ കൺമണി, കണ്ണൂഞ്ചലാടും മങ്കൈമണി, നീ മാർഗഴി തിങ്കളിൽ മധുമലർമടിത്തട്ടിലിൽ പൊന്മാനോ പാൽക്കനവോ. വൗ, സൂപ്പർ. ഒരുപാട് ഐശ്വര്യമുള്ളൊരു സോങ് ആയിരുന്നു. നിങ്ങളെ 3 പേരെ കാണാനും അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടായിരുന്നു. അതെ അതെ, ശരിക്കും നമ്മൾ എന്താ പറയുക, ചില സോങ്സ് അതിൽ കാവ്യനെ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിരുന്ന് പോവാറുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളെ 3 പേര് നോക്കിയിരുന്ന് പോയത്. പാട്ടും അതുപോലെ തന്നെ വളരെ മനോഹരമായിരുന്നു. അതെ അതെ, ശരിക്കും അതിനൊരു അഡീഷണൽ ഞങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ടോക്ക് ഓഫ് ദി ടൗണിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ 3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതും ഞങ്ങൾക്ക് ഒരുപാട് സംതിങ് സ്പെഷ്യൽ. പക്ഷെ അപ്പോഴും വികാസ് ഇല്ലേ ഈ ഷോയിൽ എന്നുള്ള ഒരു ഇതുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ 3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സോ ഞങ്ങൾ ശ്രീകുട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ സ്നേഹ? നമുക്ക് ആയിക്കോട്ടെ. ശ്രീകുട്ടി, എന്തുണ്ട് ഈ ഒരു 2025 വിശേഷങ്ങൾ വെച്ചിട്ട് തന്നെ തുടങ്ങും. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഒരു ജേർണി? സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നേരം വരെ അസുഖങ്ങളാണ്. അതെ, എല്ലാവരും ചെറുതായിട്ട് ക്ലൈമറ്റ് മാറിയതിന്റെ അസ്വസ്ഥത. ദുബായിലുള്ള എല്ലാവർക്കും അതാണ് അവസ്ഥ എന്ന് തോന്നുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് 2025 ലുക്സ് ടു ബി ലൈക്ക് എ പോസിറ്റീവ് ഇയർ. ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല ഗുഡ് ഹോപ്സ്, ഗുഡ് വിഷസ്, ഗുഡ് മ്യൂസിക് വരാൻ പോകുന്നു. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അതെ, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ അനൂപേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ MG രാധാകൃഷ്ണൻ സാറിന്റെ ശിഷ്യനും കൂടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ചേട്ടൻ്റെ ആ ഒരു തുടക്കം, ഒരു മ്യൂസിക്കിലെ സ്റ്റാർട്ടിങ് എന്ന് പറയാമോ? എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്? എങ്ങനെയാണ് രാധാകൃഷ്ണൻ സാറിലോട്ട് എത്തുന്നത് എന്നുള്ളത്? പഠിച്ചത് നാട്ടിൽ തന്നെയായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കോടാലി എന്ന സ്ഥലത്തിന്റെ പേര് അധികം കേട്ടിട്ടില്ലാത്ത സ്ഥലപ്പേരാണ്. കോടാലി അറിയാം, ചാലക്കുടി. അപ്പോ ഞാൻ അപ്പൊ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പാട്ടിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു.
ഓക്കെ. അപ്പോൾ വീട്ടിൽ ഇതേപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആരും അങ്ങനെ പാടുന്നവരൊന്നുമില്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു 5ൽ പഠിക്കുമ്പോൾ ടീച്ചറാണ്, സ്കൂളിലെ മ്യൂസിക് ടീച്ചർ പറഞ്ഞ് എന്നെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കലാമന്ദിരം ശ്യാമൽ ടീച്ചറെ അടുത്ത് കൊണ്ടാക്കിയതാണ്. അവിടെ ഒരു 4-5 വർഷം പഠിച്ചു. പിന്നെ പാട്ടൊന്നും ഇല്ലാണ്ട് കുറേ കാലം ഉഴപ്പി തുടങ്ങി. ട്രിവാൻഡ്രത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, സാറൊന്ന് പോയി കാണാം, പറ്റിയാൽ പാട്ട് പഠിക്കാം. പുള്ളി പോയി കണ്ടു. പുള്ളി ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടാണ് പാട്ട് പഠിപ്പിച്ചത്. അതേപോലെ ആള് പ്യൂറായിട്ടുള്ളൊരു ക്ലാസിക്കൽ ക്ലാസ്സുകളല്ല, രാഗങ്ങളും അതേപോലെ തന്നെ ലളിതഗാനങ്ങളും ആ രാഗത്തിനനുസരിച്ച് ലളിതഗാനങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ എൻ്റെ ഒരു ലെറ്റർ തന്നിട്ട് ഓമൻ ടീച്ചറുടെ അടുത്തേക്ക് വിട്ടു, നീ ഇവിടെ മാത്രം പഠിക്കും, ടീച്ചറെ അടുത്ത് പഠിക്കാമെന്ന്. ഞാൻ രണ്ടുപേരുടെ അടുത്തും കുറച്ചു കാലം പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരേണ്ടി വന്നപ്പോൾ അത് നിന്നു. ജീവിത പ്രശ്നം തുടങ്ങിയപ്പോ പ്രവാസ ലോകത്തേക്ക്. ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം ശ്രീലക്ഷ്മിയാണ്. അതെ, ഞാൻ പറഞ്ഞു കേട്ടു ശ്രീലക്ഷ്മിയുടെ മുത്തശ്ശി കഥകളൊക്കെയാണ് ശ്രീലക്ഷ്മിനെ ഈ ഒരു ഡാൻസ് ലോകത്തിലോട്ട് ഇൻസ്പയർ കൊണ്ടുവന്നിരുന്നത് അല്ലെ? എന്തായിരുന്നു ആ ഒരു? ഞാൻ തികച്ചും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ മുത്തശ്ശി കഥയും അതുപോലെ തന്നെ മെയിൻലി മണിച്ചിത്രത്താഴ് സിനിമ ഡാൻസേഴ്സിന്റെ ബേസിക് ക്ലീഷയാണ്. അതെ, മണിച്ചിത്രത്താഴ് സിനിമയുടെ ശോഭനയുടെ ഡാൻസ് കണ്ടതുപോലെ ഒരു മുறை വന്ന് അവിടുന്നാണ് ആ പ്രയത്നം കേരളത്തിലാണെങ്കിൽ. പക്ഷെ പിന്നീട് ആദ്യം ഇതുപോലെ തന്നെ കലാമണ്ഡലം സോഫി വിനോദ് എന്ന് പറഞ്ഞൊരു ടീച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 കൊല്ലം ടീച്ചർ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് അഭിനയം കുറച്ച് ഇഷ്ടമാണ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തിരിയൂ പതുക്കെ പറഞ്ഞു. അപ്പോൾ കലാമണ്ഡലം രാമനാശൻ കൂടിയാട്ടം കലാകാരൻ, പുള്ളിക്കാരൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ആശാന്റെ കൂത്ത്, കൂടിയാട്ടം ഇതൊക്കെ കണ്ട് അപ്പൊ അതിലും വെച്ചാൽ വിസ്തരിച്ചിട്ടുള്ള അഭിനയങ്ങളാണ്. ഒരാളെ കണ്ടു എന്ന് നമ്മൾ കാണിക്കുന്നത് മോഹിനിയാട്ടത്തിലാണെന്ന് വെറുതെ ഇങ്ങനെ കണ്ടു എന്ന് കാണിക്കുന്നത്, അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കണത് തൊട്ട് അവിടെ തിരിച്ച് റിപ്ലൈ വരണ വരെ ഒരു വലിയൊരു നീണ്ട അഭിനയ രംഗം തന്നെയാണ് ഒരു ചെറിയൊരു കാര്യത്തിന് പോലെ. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും കുറച്ചും കൂടെ കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികം വളരെ പ്രശ്നമായതുകൊണ്ട് ഭാരതം കൾച്ചറൽ ട്രസ്റ്റിന്റെ വർക്ക്ഷോപ്പുകൾക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് പല ടീച്ചേഴ്സിനെയും, അതായത് കനകരല്ലേ, പിന്നെ കലാമണ്ഡലം രാധിക, നീന പ്രസാദ് ജി, പിന്നെ അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ കലാമണ്ഡലം രാധിക ടീച്ചർ പറഞ്ഞപ്പോഴാണ് കോറിയോഗ്രാഫിയിലേക്ക് പതുക്കെ ഒന്ന് തിരിഞ്ഞ്. അങ്ങനെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഇങ്ങനെ എനിക്ക് എന്റെ ഉള്ളിൽ അതിങ്ങനെ ഉണ്ട്, എന്തോ സ്പാർക്ക്. ആക്ട്രസ് പുള്ളിക്കാരി. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് അല്ല, ഒരു സെഷനില് കണ്ട് മോട്ടിവേറ്റ്, പുള്ളിക്കാരിക്ക് ഇത് അറിയോന്ന് പോലും അറിയില്ല. പക്ഷെ അതാണ് എൻ്റെ ഒരു സ്പാർക്ക് ഡാൻസിലേക്ക്. ഇപ്പൊ നമുക്ക് ശ്രീലക്ഷ്മി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശ്രീലക്ഷ്മിയുടെ ഒരു വീഡിയോ കണ്ടാലോ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? സോ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം.
എക്സ്പ്രഷൻ പറയാതിരിക്കാൻ വയ്യ. അത്രയും മനോഹരമായിട്ട്. പക്ഷേ എനിക്കിവിടെ പ്രൊഫഷണലി എന്തിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ അതിന്റെ കൂടെ നൃത്തം കൊണ്ടുവരാൻ സാധിക്കുന്നത് അല്ലേ? അതെ, ഇനീഷ്യലി 4 കൊല്ലമായിട്ടുള്ള ഇവിടെ വന്നിട്ട് അതിലൊരു കൊല്ലം ഞാൻ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് വെറുതെ ഇരുന്ന് നോക്കി. 2ാമത്തെ കൊല്ലമായപ്പോൾ കുറച്ച് പുറത്തേക്ക് വന്നു തുടങ്ങി. 3ാമത്തെ കൊല്ലം എനിക്ക് പറ്റുന്നില്ല, നമുക്കിത് ഇല്ലാണ്ട് നടക്കില്ല. ഗ്രാജുവലി സർവൈവൽ മോഡിലോട്ട് എത്തി. പിന്നെ ശ്രീകുട്ടിയും ഞാനും പരിചയപ്പെടുന്നത് ഇതുപോലെ എൻ്റെ UAE ജീവിതത്തിലെ 3ാമത്തെ വർഷത്തില് നമ്മള് അക്കാഫിന്റെ ഷോയില്, അതെ, പൊന്നോണക്കാഴ്ചയിലാണ് ഞങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങണത്. മലയാളി മംഗ കോൺടെസ്റ്റില്. ഓ ശരി. എനിക്ക് തോന്നുന്നു ശ്രീകുട്ടി UBL തന്നെ മുമ്പ് ആങ്കർ ആയിരുന്നു അല്ലേ? വികാസിനെ ഓൾറെഡി മുമ്പ് ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെയ്തിട്ടുണ്ട് അല്ലെ, മധുരം. കുറച്ച് വർഷമായി ഇപ്പൊ അത്. ശരി. പിന്നെ UBL കുറച്ച് ഷോസ് ചെയ്തിട്ടുണ്ട്. UAE ഏതാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം? ആങ്കറിംഗ് ആണോ അതോ ഒരു പെർഫോമർ ആയിട്ട് ഒരു സിംഗിങ്? നാച്ചുറലി സിംഗർ ആയിട്ട് മ്യൂസിക് ആണ് ഫസ്റ്റ്. സിംഗിങ് മാത്രമല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറയുമ്പോൾ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഒരു എന്താ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ഇവിടെ അതുണ്ട്, ആന്റർപ്രണർ ആണ് ആള്. എല്ലാം കൊണ്ടും ഷീസ് ലൈക്ക് എ പാക്കേജ്, അങ്ങനെ പറയാം. അതെ 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 ശരിക്കും ഒരു കോംബോ പാക്കാണ്. കോംബോ. ഓക്കെ, പറ്റാവുന്ന കാര്യം ഞാൻ പറയാൻ പറ്റൂ. അത് നമുക്കൊരു കോമ്പറ്റീഷൻ ആണ്. കൂടെ ആങ്കർ ഇരിക്കുന്നു. ഞാനൊക്കെ പഴയ ആളാ. അതെ, ഉറപ്പായിട്ടും. You guys are very very sweet, very nicely doing your work. അത് കേൾക്കാൻ സാധിക്കുന്നതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഐ തിങ്ക് നിങ്ങളെ പോലെ ഇനി ഇതുപോലെ ആങ്കറിംഗ് ഫീൽഡിൽ വരാൻ ആഗ്രഹമുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. ശരിക്കും ഉറപ്പായിട്ടും. അതായത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, കാര്യമില്ല. ശരിക്കും ശരിക്കും. അപ്പൊ ഞാൻ അനുപേട്ടനിലോട്ട് തന്നെ വീണ്ടും വരികയാണ്. അനുപേട്ടന് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? സെമി ക്ലാസിക്കൽ മെലഡി. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫേവറേറ്റ് സോങ് പാടാൻ പറ്റുമോ? ഏത് സോങ് ആണ് ഞങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ്? ഞാൻ നമ്മുടെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലൊരു സോങ് പാടി. ഓക്കെ ഓക്കെ ശരി. ഒരു തമിഴ് സോങ്, കൺമണി അൻപോട് കാതൽ. അതെ, അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരുന്നു ഒരു ടൈമിൽ അല്ലേ? അപ്പൊ അതിനുള്ള ദൃശ്യാവിഷ്കാരം എന്താ പറയുന്നത്? അതില്ലാതെ നമുക്ക് ഈ ഷോ മുന്നോട്ട് പോകില്ല. ഞാൻ നിങ്ങളുടെ ആങ്കറിംഗ് സ്റ്റൈലും പറഞ്ഞു നോക്കിയത് നടക്കുന്നില്ല. അല്ല, നമ്മുടെ ഈ ഷോയുടെ കോൺസെപ്റ്റ് ഇത് ലക്ഷ്മി തന്നെ ഐഡിയ ആണ്. അതായത് നമ്മള് സോങ്സ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് ക്ലാസിക്കൽ ട്രഡീഷണൽ ആയിട്ടുള്ള സോങ്സ് നമുക്ക് പാടാം ചെയ്യാം എന്നുള്ളത്. പിന്നെ വി വർ ലൈക്ക് ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഫോർ എൻ ആർട്ടിസ്റ്റ് ലൈക്ക് ഹർ ഹു ഇസ് എ കൊറിയോഗ്രാഫർ ഓൾസോ, നമുക്ക് എന്തൊരു സോങ് കിട്ടിയാലും നമുക്ക് അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ചെയ്യാൻ പറ്റും. പൊതുവെ ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും ആ ഒരു നിൽക്കുന്ന ചട്ടക്കൂടുന്ന പുറത്തേക്ക് വരാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ എന്റെ അറിവില് കുറച്ചുള്ള ആർട്ടിസ്റ്റ് ഒക്കെ എന്താ കഴിഞ്ഞാൽ തെറ്റവും ശരിയും അങ്ങനെ ഇവിടെ നിൽക്കും നമ്മുടെ ഉള്ളില്. പുറമെ ഒരാള് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതിൽ വേറെ കാര്യം പറയേണ്ടത്, ഒരു പ്രാക്ടീസ് ഒന്നുമില്ല. മനസ്സിലായി. ശ്രീലക്ഷ്മി ഇന്നലെ എന്നെ വിളിക്കുന്നു, സെയിം ടൈം ശ്രീകുട്ടി വിളിക്കുന്നു. രണ്ടുപേരും എന്നോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. ശ്രീകുട്ടി ഞാനും പിന്നെ ഇങ്ങനെ പാടാറുള്ളതുകൊണ്ട് ഏതെങ്കിലും പാട്ട് സെലക്ട് ചെയ്തോണ്ട് അവിടെ നോക്കാം. ഇവിടെ ഞങ്ങൾ ഇപ്പോഴാണ് ഒരു 10-15 കാണുമ്പോഴാണ് പറയുന്നത് ഓക്കെ നോക്കാം, അവിടെ പാടിക്കുള്ളൂ, ഞാൻ ചെയ്യാം. ഓ ശരി. അപ്പൊ അത്രയും ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള അതാണ് കോൺഫിഡൻസ് അത്രയ്ക്കൊന്നുമില്ല. ഞാൻ ശബ്ദം നല്ലോണം പറയുന്നുണ്ട്. ജലദോഷമായാലും നല്ല പ്രശ്നങ്ങളുണ്ട്. ശ്രീലക്ഷ്മിയുടെ കാര്യം 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. 25 വർഷത്തേക്കാളേറെ 15 വർഷം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും പഠിച്ചത് പിന്നീടാണ് കുറെ കാലം കഴിഞ്ഞ് പ്രയോഗിക്കുന്നത്. അത് അല്ലേ? അപ്പൊ ബീങ് ആൻ ആർട്ടിസ്റ്റ് നമ്മള് കുറെ പഠിച്ചു, ഇപ്പോഴും പഠിക്കണം, നാളെയും പഠിക്കണം, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തമിഴ് സോങ്ങില് നമ്മള് മോഹിനിയാട്ടത്തിന്റെയും ഭരതനാട്യത്തിന്റെയും അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ പുതിയ പരീക്ഷണങ്ങൾ വരട്ടെ അല്ലേ? അതെ, ആയിക്കോട്ടെ. കായമെങ്കും തന്നാലെയാടിപ്പോന മായമെന്ന പൊന്മാനേ പൊന്മാനേ, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே,
எந்த காதல் என்னவென்று சொல்லாமல் அங்க அங்க அழகு வந்தது. எந்த சோகம் உன்னை தாக்கும் என் அம்பு போல வந்து அழகு நின்றது. மனித உனது கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சுவாமியே நான் தானே தெரியுமா. சிவகாமியே சிவனின் நீயும் பாதியே அது உனக்கு புரியுமா. அபிராமி லாலி 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 அபிராமி லாலி லாலி லாலி. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அது எழுத நினைக்கையில் வார்த்தை முட்டது. ഒരു സിംഗർ, അതെ അതെ, രണ്ടുപേരും ഒരുപാട് സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സിംഗറിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സൗണ്ടാണ്. ഏറ്റവും ആദ്യം സൗണ്ടാണ് വരേണ്ടത്, പിന്നീടാണ് ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. പറയാതിരിക്കാൻ പറ്റില്ല അനുപേട്ട, അത്രയും അസാധ്യ വോയിസ് കേട്ടോ ശരിക്കും. നമ്മൾ മറ്റേ ആദ്യം സോങ് പാടിയ സമയത്തൊക്കെ ദാസേട്ടൻ്റെ ഒക്കെ പാട്ട് കേൾക്കില്ലേ, മധുബാലകൃഷ്ണൻ്റെ സോങ് ആണ് പാടിയത്, മീൻസ് പക്ഷെ എന്നാൽ പോലും ദാസാറിൻ്റെ ഒക്കെ കേൾക്കുന്ന പോലത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു ആ ഒരു സോങ്ങിൽ. ആ ഒരു ഡിവൈനിറ്റി എനിക്ക് ഡിവോഷണൽ സോങ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഹിന്ദി ഡുവറ്റ് പാടാമോ ശ്രീകുട്ടിയുടെ കൂടെ? എനിക്ക് രണ്ടുപേരുടെയും ഒന്നും കൂടി കേൾക്കാനായിട്ടൊരു കൗതുകം. ഓക്കെ, ഓൺ ദ സ്പോട്ടിന്റെ ഒക്കെ പുതിയ തലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോ ലൈവ് ആകുമ്പോൾ കണ്ണുണ്ടെങ്കിൽ ഒരു സിഗ്നൽ തരണം. അല്ല ടോപ്പ് ഇപ്രാവശ്യം വികാസൻ്റെ കുറച്ചും കൂടി ആവുമായിരുന്നു. പൊതുവേ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇടയ്ക്കാണ് പണി കെട്ടിക്കൊണ്ടിരിക്കാറുള്ളത്. ഇപ്രാവശ്യം ഫ്രീ ആയി. അതെ അതെ, ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങി, പുതിയതായിട്ട് പണി കെട്ടി തുടങ്ങി. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നോ പ്രോബ്ലം. ശരി, ഓക്കെ. अभी ना जाओ छोड़कर के दिल अभी भरा नहीं. अभी ना जाओ छोड़कर के दिल अभी भरा नहीं. अभी अभी तो आई हो, अभी अभी तो, अभी अभी तो आई हो, बहार बन के छाई हो. हवा जरा महक तो ले, नजर जरा बहक तो ले, ये शाम ढल तो ले जरा. ये शाम ढल तो ले जरा, ये दिल संभल तो ले जरा. मैं थोड़ी देर जी तो लूं, नशे के घूंट पी तो लूं, नशे के घूंट पी तो लूं. अभी तो कुछ कहा नहीं, अभी तो कुछ सुना नहीं. अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. നിങ്ങളുടെ പാട്ട് ഉറപ്പായിട്ടും പറയണം. അതിനു മുമ്പ് എനിക്ക് അവിടെ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. സാധാരണ ഇന്നത്തെ കാലത്ത് പല ആർട്ടിസ്റ്റുകളും ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടാണ് കരയുന്നത്. എങ്ങനെ ഇത്രയും ആ പാട്ടിനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു? അല്ല, ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിന്റെ ബേസിക്, എനിക്ക് കണ്ണുടക്കിയ ഒരു ടിഷ്യൂങ്കിലും വേണം കേട്ടോ. ആക്ച്വലി ഒരു ഡാൻസറിന്റെ കംപ്ലീറ്റ്നെസ് ഏറ്റവും ആദ്യം തന്നെ മ്യൂസിക്കിലാണ്. അതെ, ഭാവ രാഗ താള ലയങ്ങൾ നിങ്ങൾ ഭരതമുനി എഴുതി വെച്ചിട്ടുള്ള ഭരതം നാട്യത്തിനെ നിങ്ങളതിനെ എന്താ പറയുക കമ്പൈൻ ചെയ്ത് പറഞ്ഞു. ശരിക്കൊരു നല്ലൊരു ഡാൻസർക്ക് നല്ല മ്യൂസിക് ഉണ്ടെങ്കിൽ
അപ്പൊ ശരിക്കും പറയാ ഞങ്ങൾ കംപ്ലീറ്റ് ഇല്ല, വാദ്യം ഒന്നുമില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ? നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കളത്തിൽ മൊത്തം പുറത്തു വരും. അതെ അതെ അതെ, അതായത് ഒരു വോയിസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ സീരിയസ്ലി അതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര സൂത്തിങ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് സത്യമായിട്ട്. അതെ, അതാ പ്യോർ ഉള്ളിന്ന് പാടുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്കത് എന്താ പറയാ, നമുക്കത് മനസ്സിൽ വന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മി മോഹിനിയാട്ടമാണ് അല്ലേ ഫസ്റ്റ് തുടങ്ങുന്നത്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ മോഹിനിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭാവങ്ങൾ കൊണ്ടുവരുന്നത് മോഹിനിയാട്ടത്തിലാണ്. സോ ഞാനും ഒരു മോഹിനിയാട്ടം ഡാൻസർ തന്നെയായിരുന്നു, ക്ഷേമാവതി ടീച്ചർ അടുത്തായിരുന്നു. അപ്പൊ സോ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് മോഹിനിയാട്ടത്തിലോട്ട് കൂടുതൽ എടുക്കാനാണ് കാരണം? സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം ഇഷ്ടമാണ്, മാത്രമല്ല മോഹിനിയാട്ടത്തിലേക്ക് വരാൻ ബേസിക് കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും എസ്തെറ്റിക്സും ആഹാര്യം ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഡാൻസ് പഠിക്കാൻ ആദ്യം കയറിയപ്പോൾ തന്നെ പൊക്കം കുറവാണ്, പിന്നെ കാണാനും ഇത്തിരി ഉരുണ്ടിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഭരതനാട്യം വേഷം ഇടുമ്പോൾ അത്ര ഭംഗിയില്ല. ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് ബീങ് ആൻ ആർട്ടിസ്റ്റ് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കതൊരു കംപ്ലീറ്റ്നെസ് തോന്നില്ല. പിന്നെ എൻ്റെ ഒരു സാധ്യത എനിക്ക് കണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് മോഹിനിയാട്ടം വേഷം കെട്ടി ആ ഫോട്ടോ ഒക്കെ പണ്ടൊക്കെ പിന്നീടാ കിട്ടുക, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പൊ തന്നെ നമുക്കറിയാം. അപ്പൊ അത് കിട്ടിയിട്ട് ഞാൻ തന്നെ എന്നെ നോക്കിയപ്പോൾ തോന്നി, ഓ കുഴപ്പമില്ല അല്ലേ, അപ്പൊ ഇതായിരിക്കും ശരിക്കും നമ്മുടെ ഒരു മീഡിയം. അതാണ് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 വർഷം 5 വർഷമൊക്കെ ശേഷം, അതായത് അത്യാവശ്യം കൊറിയോ ചെയ്ത് തുടങ്ങി, കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിനയ സാധ്യത ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ ഒരിക്കലും മുഴുവൻ മോഹിനിയാട്ടം കലാകാരി ഞാൻ പറഞ്ഞില്ല, കുറച്ച് കഥകളി അല്ലെങ്കിൽ ഈ കൂടിയാട്ടം ഞാൻ കണ്ടു പഠിച്ചതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും അതിനെ ലിമിറ്റ് ചെയ്യാറായിട്ടില്ല, ലിമിറ്റ് ചെയ്യാറില്ല, ചെയ്യാൻ ശ്രമിക്കാറില്ല. അവിടെ അപ്പോൾ ഒരു കംപ്ലീറ്റ്നെസ് തോന്നില്ല എന്നാണ് എൻ്റെ ബീങ് ആൻ ആർട്ടിസ്റ്റാ. മോഹിനിയാട്ടത്തിന്റെ അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ച്, പക്ഷെ ഞാൻ എന്താ പറയാ, പണ്ട് ഈ സെഷൻസിന് പോകുമ്പോൾ ജീവാത്മ പരമാത്മ എന്നൊക്കെ പണ്ട് പറയും. അന്നത് പറയുമ്പോൾ അതിന്റെ ഗന്ധം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ ബേസിക് മെഡിറ്റേഷൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളത് ബേസിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് മ്യൂസിക്കും ഡാൻസും ഒക്കെ. അപ്പൊ ഇത് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് മേ ബി ഇങ്ങനെയൊക്കെയാണ്. ഈ ആകാരഭംഗിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് പൊതുവേ നമ്മുടെ കലോത്സവം, നമ്മുടെ നാട്ടിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും നമുക്ക് കലോത്സവം അന്നത്തെ ഒരു ഇതാണ്. സോ അതിൽ നമ്മൾ ജഡ്ജസിന് ക്ലാസിക്കലായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ പോയിന്റ്സിലുണ്ട്, അതിൽ ആകാരഭംഗിയും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ആസ് എ ടീച്ചർ എന്താണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ കോമ്പറ്റീഷൻ എന്നുള്ള ബീങ് ആൻ ആർട്ടിസ്റ്റ്, കോമ്പറ്റീഷന് ഞാൻ ഇത്തിരി ഒരു വിരുദ്ധതയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. കാരണം എൻ്റെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ടാലന്റ് അല്ല ശ്രീകുട്ടി പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുക. ശ്രീകുട്ടിയുടെ പ്ലസ് പോയിന്റ്സ് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ്റെ ഇതിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു മത്സരവേദിയിലെങ്കിലും നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ഇടാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ, ഒരു ജഡ്ജ് പറയുകയാണെങ്കിൽ, ഇറ്റ് വിൽ ബി ലൈക്ക് വെരി മച്ച് ഡിഫിക്കൾട്ട്, വെരി മച്ച്. ഒരു കമ്പാരിസൺ വരും. ഒരു മ്യൂസിക്കലായാലും ഒരാൾ നല്ലോണം, എനിക്ക് അത്രയ്ക്ക് ഗാഹ്യമായിട്ട് അറിയില്ല, പക്ഷെ ഒരാൾ നല്ലോണം മോഡുലേഷൻസ് കൊണ്ടുവരുന്ന ഒരാളായിരിക്കാം, ഒരാൾ നന്നായി ഫീൽ ചെയ്ത് പാടുന്ന ഒരാളായിരിക്കാം. എൻ്റെ ഒരു ലിമിറ്റ് ഇപ്പൊ അതെ. അപ്പോൾ കോമ്പറ്റീഷന്റെ ചെറിയ ചട്ടക്കൂടിൽ വെച്ച് നോക്കുമ്പോൾ ആഹാരം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ശാസ്ത്രം വെച്ച് നോക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കളറ്, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ ശാസ്ത്രപ്രകാരം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഇന്നത്തെ കാലത്തെ എണ്ണം വളരെയധികം കുറയും. നമുക്ക് കോമ്പറ്റീഷൻ ഒന്നും വരികയില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വളരെ വ്യത്യാസമാണ്. എൻ്റെ ഒരു ചിന്താഗതി കുറച്ച് എനിക്കെന്താ അറിയോ, ഈ ഒരിടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു കേസുള്ളതുകൊണ്ട് നമുക്ക് ഇതൊരു വിഷയമാണ്, വലിയൊരു വിഷയമാണ്. മോഹിനിയാട്ടം ഒരു പദം നമുക്ക് അവിടെ ഒരു ചെറിയ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ ഒരു ഇൻട്രോ വീഡിയോ ആണ്, നമുക്കൊന്ന് കണ്ടാലോ? അലൈപായുതേ ഗാനമതിൽ അലൈപായുതേ
വേണുഗാനമതിലലൈ പായുരേ മോഹന വേണുഗാനമതിലലൈ പായുരേ ആനന്ദ മോഹന വേണുഗാനമതിലലൈ പായുരേ ഉന്തൻ ആനന്ദ മോഹന വേണുഗാനമതി അലൈ പായുരേ കണ്ണാ എൻ മനം അലൈ പായുരേ ഉന്തൻ ആനന്ദ മോഹന വേണുഗാനമതി അലൈ പായുരേ കണ്ണാ நீலை பெயராது சீலை போலவே நின்று நீலை பெயராது சீலை போலவே நின்று நீலை பெயர் സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീകുട്ടി, എനിക്ക് തോന്നുന്നു ഒരു ക്ലാസിക്കൽ സിംഗർ മീൻസ് കർണാട്ടിക് മാത്രമല്ല ഹിന്ദുസ്ഥാനി കൂടിയുണ്ട് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് രണ്ട് ടൈപ്പ് ഓഫ് സിംഗിങ്ങും വ്യത്യാസമാണല്ലോ, എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടിയിട്ടുള്ള ഒരു. അതെ, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കുമാണ്. കാരണം ഞാൻ പാട്ട് പഠിപ്പിക്കും കൂടിയും ചെയ്യുന്ന സ്ഥിതിക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടും അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം ഞാൻ ഹിന്ദുസ്ഥാനിയിൽ എനിക്ക് ഡിഗ്രി ഉണ്ട്. കർണാട്ടിക്കാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്നതെങ്കിലും ഹിന്ദുസ്ഥാനിയിലാണ് എനിക്ക് ഡിഗ്രി ഉള്ളത്. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഹിന്ദുസ്ഥാനി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിൽ പാടാം എന്നുള്ളത്. ആക്ച്വലി നമുക്ക് എല്ലാത്തിൻ്റെയും ബേസ് എല്ലാം ഒന്നാണ്. നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും ഹിന്ദുസ്ഥാനിയാണ്, എല്ലാത്തിനും നമ്മളെ സരിഗമപ സ്വരങ്ങളെല്ലാം 7 സ്വരങ്ങളാണ്. അതിൽ നിന്നുള്ള പല രീതികൾ, പല വ്യത്യാസങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മളുടെ ഓരോ എന്താ പറയുക സ്റ്റൈൽ ഓഫ് സിംഗിങ് അത് വ്യത്യാസമാണ്. ഇപ്പോൾ കർണാട്ടിക്കിൽ വ്യത്യാസം മെയിൻലി ലാംഗ്വേജ്. സൗത്ത് ഇന്ത്യയിലെ നമ്മളുടെ ഭാഷകളാണ് കന്നഡ, തെലുഗു, മലയാളം ഒക്കെയാണ്. നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ നമ്മുടെ ഹിന്ദി, ഉറുദു ആ ഭാഷകളാണ്. അവരുടെ കുറച്ചും കൂടിയും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒഴുകിയ സ്റ്റൈലിലൊരു സിംഗിങ് ആണ്. നമ്മളുടെ കുറച്ചും കൂടിയും കുറച്ച് ഘനമുള്ള സിംഗിങ് ആണ്. കുറച്ചുകൂടിയും എഫേർട്ട് എടുത്ത് കുറച്ചുകൂടിയും ഭാവം വരുന്ന കുറച്ച് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉള്ള സിംഗിങ് ആണ്. അപ്പോൾ ആസ് എ സിംഗർ വാട്ട് ഷുഡ് യു ലേൺ, എന്താണ് ആദ്യം പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ബയസ്ഡ് ആയിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക്കിലാണ്. കാരണം നമ്മളുടെ ഒരു 100-600 വർഷം മുന്നേ സംഗീത പിതാമഹ പുരന്ദരദാസ എന്ന് പറഞ്ഞ് കർണാട്ടിക് സംഗീതത്തിന് ഗ്രേറ്റ് ഫാദർ ഹാസ് സെറ്റ് ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ പാട്ടുകൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നല്ലതാണ് എന്നുള്ള കാര്യം. ഈ സ്വരങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ എവിടെ ചെന്നാലും ഏത് ടീച്ചറിന്റെ അടുത്ത് ചെന്നാലും വി വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂ ദിസ് ഫോർ എ സർട്ടൻ അമൗണ്ട് ഓഫ് ടൈം. പറയാറുണ്ടല്ലോ ബേസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കൽ നമുക്കൊരു ചെറിയൊരു ബേസ് കർണാട്ടിക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുസ്ഥാനി ആയാലും വെസ്റ്റേൺ ആയാലും ഇൻഫാക്ട് നമ്മൾ എല്ലാവരും എല്ലാ സ്റ്റൈലിലും, അത് നോട്ട് ഓൺലി ഫോർ മ്യൂസിക്, ഡാൻസേഴ്സ് ആയാലും ആരായാലും ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞതുപോലെ we should not be restricted. നിങ്ങൾക്ക് നന്നായി പാടാൻ പറ്റും, നിങ്ങൾ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ്. അത് കാരണം ക്ലാസിക്കൽ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടായിരിക്കില്ല, അത് ബേസ് ഫിക്സ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പിന്നെ ഫൗണ്ടേഷൻ പ്രോപ്പർ ആണെങ്കിൽ പിന്നെ അതിന് എന്ത് വെച്ചാലും നമുക്കൊരു ഭംഗി കൊണ്ടുവരാൻ സാധിക്കും. ചെറിയ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റ് ആക്കണം. അതിലാണ് നമ്മുടെ ടീച്ചേഴ്സ്. ശരിക്കും രണ്ടും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ? അല്ല, ഐ തിങ്ക് പാട്ട് ഇപ്പോൾ നമ്മളെല്ലാം കയറി പഠിക്കണോ അതൊരു സംശയമാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് അല്ലെങ്കിൽ പേരൻസിന് അത് പഠിക്കൂ, ഇത് പഠിക്കൂ, അങ്ങനെ ചെയ്യൂ, അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ലിസൺ, ഗോ ഫോർ വർക്ക്ഷോപ്സ്, പല സെഷൻസ് അറ്റൻഡ് ചെയ്യുക, പല കാര്യങ്ങൾ കേൾക്കുക, ട്രാവൽ ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, അബ്സോർബ് ചെയ്യുക, കുറേ ഒബ്സർവ് ചെയ്യുക, കുറേ കേൾക്കുക, കുറേ ശ്രമിക്കുക. ലൈവ് പെർഫോമൻസ് പെർഫോം ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവർക്കും അല്ലെ പൊതുവെ പെർഫോമൻസ് കാണാൻ പോകാനായാലും അതെ, എല്ലാവർക്കും അത് വീഡിയോ ഉണ്ടല്ലോ. പിന്നെ പെർഫോമൻസ് നടന്നാൽ തന്നെ നമ്മൾ എന്താ വീഡിയോ എടുത്തിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില പ്ലേബാക്ക് സിംഗേഴ്സ് അവർ സ്റ്റുഡിയോയിൽ വളരെ മനോഹരമായിട്ട് പാടും, പക്ഷെ ലൈവ് പെർഫോമൻസിൽ വരുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ആ ഒരു ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പിന്നെ ഏത് പെർഫോമൻസ് ആയാലും പലരും ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ പണ്ട് പറയുമ്പോൾ പറയും നീ എല്ലാ പെർഫോമൻസും കാണണം,
whoever it may be. സെൽഫ് ഇവാലുവേറ്റ് നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്കൊന്ന് അറ്റൻഡ് ചെയ്താലോ? attend ചെയ്യാം. ഹലോ, ഹലോ, ഇതാരാണ്? ഞാൻ രജത്താണ്. ഹലോ, രജത്താണ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്? ഞാൻ പരിപാടി കണ്ടോണ്ടിരിക്കുന്നു. അതെ, അടിപൊളി. കാണാറുണ്ടോ ടോക്ക് ഓഫ് ദ ടൗൺ രജത്തെ? ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ പോയതാണോ എന്ന് കാണാറുണ്ടോ ഞങ്ങളുടെ ഷോ? ശരിക്കും സത്യം പറയണം. ഞാൻ കാണാറുണ്ടോന്നാ? പിന്നല്ല, അപ്പൊ സ്ഥിരം ഓഡിയൻസിലുള്ള ഒരാളാണ്. അപ്പൊ അത് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു. പണ്ട് എന്താ പറയാതിരിക്കാൻ പറ്റില്ല, ഒടക്കുഴലിൽ അസാധ്യമായിട്ട് വായിക്കുന്ന ഒരു ആളാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2 to 3 times നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ഷോയില്. മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയ ആളാണ്, എനിക്ക് ഇത്തിരി അറിവ് കുറവുണ്ട് കേട്ടോ. അതെ, നിങ്ങൾക്കും ഒരുപാട് പരിചയമല്ലേ രജത്ത്? സംസാരിക്കും രജത്ത്, ഗസ്റ്റ് ആയിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഗസ്റ്റ്. ഹലോ രജത്. ഹലോ ഹലോ, ഉണ്ണി, എന്തോ വീട്ടിൽ വിളിക്കണ പേര് വിളിക്കാൻ. ഹലോ, പ്രോഗ്രാം കാണണ്ടോ? ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പറയൂ. ഇത്ര നേരം ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ഒരു പാട്ട് പാടോ? പുതിയ അറിവാട്ടോ. അതെ അതെ അതെ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. എത്ര നേരം 2 singers. സ്വാഗതം. അതെ അതെ അതെ. ഞാൻ അത്ര വലിയ നല്ല പാട്ടുകാരിയൊന്നും. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ശരി, ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിൽ നല്ല പണി എന്തെങ്കിലും തരാണ്ടോ? തന്നെ പാടനേക്കാൾ നിന്നാവോ ഒന്നിച്ച് പാടിയായിരിക്കും. എന്തായാലും സപ്പോർട്ടിന് ശ്രീകുട്ടി അപ്പുറത്തുണ്ട്, അനുവേട്ടൻ ഇപ്പുറത്തുണ്ട്. പേടിക്കണ്ട. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തിങ്ങില നീരോ തേനൊലിയോ മഞ്ഞൾ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. ഇതാണ് ചെറുതായിട്ട് പാടുന്നു പറഞ്ഞത്. നല്ല ശബ്ദമല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ, പാടാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ടില്ല. അത് മാറ്റി സെൽഫ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടല്ലേ പ്രശ്നം. അതെന്താ അറിയോ, എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കുറച്ച് കുറവാ പാട്ട്. അല്ല, അതുകൊണ്ടാണ് നേരത്തെ അനുപേട്ടനും ശ്രീകുട്ടിയും പാടിയ സമയത്ത് അത്രയും ഉൾക്കൊണ്ടിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റിയതും അവർ മ്യൂസിക് പാടിയോണ്ടും കൂടിയാണ്. അത് ഉറപ്പായിട്ടും, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും ഉണ്ണിക്ക് താങ്ക്സ്. അതെ അതെ, കാരണം ഇവരിപ്പോ ഉണ്ണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻറ്റും ആയിരുന്നു. എന്താ പറയാ, ഇപ്പോൾ നല്ല എൻ്റെ സ്വന്തം വീട്ടിലെ കുട്ടിയെക്കാളും അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല സൗഹൃദങ്ങളാണ് മേ ബി എൻ്റെ കലാജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വിളക്ക് പോലെ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കണേ. അത് എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു ഉണ്ണി. ഇനി നമ്മൾ അനുപേട്ടനിലോട്ടൊന്ന് വരികയാണ്. അനുപേട്ടൻ ഒരു കമ്പോസർ കൂടിയാണ് അല്ലെ, ഒരു മ്യൂസിക് കമ്പോസർ. നമുക്ക് അനുപേട്ടൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പൊന്നിൻ മലയാളത്തിൻ മണ്ണിൻ ചിങ്ങം വന്നല്ലോ, മാവേലി മാമലനാട്ടിൽ ഓണം വന്നല്ലോ. പൊന്നിൻ മലയാളത്തിൻ മണ്ണിൻ ചിങ്ങം വന്നല്ലോ, മാവേലി മാമലനാട്ടിൽ ഓണം വന്നല്ലോ. നാടായ നാട്ടിലെല്ലാം പൂവിളിയുയരുന്നേ, വീടും തൊടിയും ഇടവഴിയെല്ലാം പൂങ്കാവനമായി. നാടായ നാട്ടിലെല്ലാം പൂവിളിയുയരുന്നേ, വീടും തൊടിയും ഇടവഴിയെല്ലാം പൂങ്കാവനമായി. പൊന്നിൻ മലയാളത്തിൻ മണ്ണിൻ ചിങ്ങം വന്നല്ലോ, മാവേലി മാമലനാട്ടിൽ ഓണം വന്നല്ലോ. അനുപേട്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ വോയിസ്, പറയാതിരിക്കാൻ പറ്റില്ല. അനുപേട്ട ഞങ്ങൾക്ക് വേണ്ടി എന്നിങ്ങനെയായിരുന്നു ഈ ഒരു മ്യൂസിക് കോമ്പോസിഷനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടൊരു പാട്ടിലോട്ട് നമുക്ക് പോവാം. അത് വളരെ ആക്സിഡന്റ് എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു അനിയനുണ്ട്, പുള്ളി ഇതേപോലെ അന്ന് ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒക്കെ ഒരു തരംഗം ഉള്ള ടൈമായിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് പരിചയപ്പെട്ടത്. ഞാനൊരു നാട്ടിലെത്തി പറഞ്ഞു, ചേട്ടാ രക്ഷിക്കണം, ഞാനൊരു ടീമിന് കമ്പോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അവൻ ഈ ആ ടിപ്പിക്കൽ ആ ട്യൂണ വരുന്നുള്ളൂ. ഇവരാണെങ്കിൽ ഒരു 6-7 പാട്ടിൻ്റെ ലിറിക്സ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനിത് ട്രൈ ചെയ്യുന്നത് ഒരു മ്യൂസിക്. പക്ഷെ അത് നല്ല രസമായിട്ട് കുറച്ച് പാട്ടുകൾ
ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കുറേ കാലം അത് ടച്ച് ചെയ്തിട്ടില്ല. ഇവിടെ എത്തി ഞാനൊരു ഓണപ്പാട്ട് ചെയ്തിരുന്നു. ഇതല്ല ഇപ്പൊ കാണിച്ചതല്ല, വേറൊരു ഓണപ്പാട്ട് ചെയ്തിരുന്നു. അത് കണ്ട് UK എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്കൊരു കമ്പനി ഉണ്ട്, അവര് സ്പോൺസർ ചെയ്ത് അത് ഈ ട്യൂൺ തന്നെ ഞങ്ങൾ തെലുങ്കിലും കന്നഡയിലും അവരുടെ എന്തായിരുന്നു അവരൊരു ഇത് മറന്നുപോയി, അവർ ഏതാണ് ഫെസ്റ്റിവൽ മറന്നു, അതിൽ അവർ യൂസ് ചെയ്തു. എന്നിട്ട് അവർ തന്നെ വേറൊരു ഓണപ്പാട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ, അങ്ങനെ കുറച്ച് പിന്നെ ആൾക്കാരെ ചോദിക്കാൻ അങ്ങനെയില്ല, നമുക്ക് വന്നേന്തൊക്കെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് പെട്ടെന്ന് ഓർമ്മ എന്താണ് ഞാൻ പറഞ്ഞത്. ഇനി അനുപേട്ടന്റെ ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പോ ഞാന് ഇൻസ്റ്റയിൽ ഒരു പാട്ട് പാടിയിട്ടിരുന്നു, വടക്കുന്നാഥിലെ ഒരു കഥകളി. അപ്പൊ അത് ശ്രീ കണ്ടിട്ട് അത് വീഡിയോ ചെയ്തിരുന്നു. ഇത് എത്രത്തോളം എത്തുന്ന എനിക്ക് അറിയില്ല, കാരണം ഇത് കുറച്ച് ടഫ് സാധനമാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ട്രൈ ചെയ്യാം. അതെ, ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അടുപ്പാവണത് ഈ ഒരു പാട്ടിക്കോടെയാണെന്ന് ഇതിന് ശേഷം അറിഞ്ഞ എന്റെ വലിയ മാമയുടെ മകന്റെ തൊട്ടടുത്ത ബന്ധുവാണ് അദ്ദേഹം. വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഇതൊക്കെ സംഭവിച്ചു. മുമ്പേ അറിയാം. ഞങ്ങള് ചെറുപ്പത്തിൽ ഒരുമിച്ച് ഡാൻസും ഞാൻ പോയി ഡാൻസ് ഇവര് 25 വർഷമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ. ശരിക്കും സ്നേഹ, നമ്മൾ ഈ ഡാൻസും പാട്ടും ഉള്ളവരാണ് 3 പേരും ഇരിക്കുന്നത്. രണ്ടും എന്റെ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, നന്നായി കളിക്കുന്നത്. അവൻ ഒരു കുറച്ച് സ്റ്റെപ്പ് എന്റെ കൂടെ ജോയിൻ ചെയ്യണം, വേറെ ആരും. ഞാൻ പോയി പിന്നെ അന്നൊക്കെ പെൺപിള്ളേരുടെ മുമ്പിൽ കുറച്ച് ഷൈൻ ചെയ്യാൻ ലെവലിൽ പോയി ഡാൻസ് കളിച്ചൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മളാ തെറ്റിദ്ധരിച്ച എല്ലാവർക്കും ഒരു പ്രോത്സാഹനം ആവശ്യമായിരുന്നു. ഒരു പ്രോത്സാഹനം ആ ഉണ്ണി വേണമായിരുന്നു. ഇവിടെ ഒരു ഡാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, ഉറപ്പായിട്ടും. പാട്ടിലേക്ക് കിടക്കാം. സാരസമുഖി സഖി താരദേവ മനോഹരി രാവിരുണ്ടു നിശാന്തത്തിൽ രാഗചന്ദ്രനുദിക്കുന്നു മരതാപം സഹിയാഞ്ഞു മനസം കുഴഞ്ഞു മാലിനി വരികെന്റെ മാരമണ്ഡപം പുക സരസമുഖി സഖി താരദേവ മനോഹരി രാവിരുണ്ടു നിശാന്തത്തിൽ രാഗചന്ദ്രനുദിക്കുന്നു പറയാതിരിക്കാൻ വയ്യ. ഇതിൽ ശബ്ദവും അതുപോലെ തന്നെ ഭാവം എന്ന് പറയുന്നത് കണ്ണിലൂടെയാണ്. ഒരു നർത്തകിയുടെ ഏറ്റവും വലിയ ഒന്നാണ് കണ്ണിലൂടെ ഭാവം. അതുപോലെ തന്നെയാണ് ഒരു സിംഗറിന്റെ സൗണ്ടും. ഇത് രണ്ടും ഒരേപോലെ ചേർന്ന് വന്നു. ഭയങ്കര എന്താ പറയാ, നല്ലൊരു കോംബോ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയാ 3 പേരുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടൊക്കെ വന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ എന്ന്. അതെ, ഞങ്ങളും നേരം വരെ ചിന്തിച്ചില്ല, പക്ഷെ നല്ല റെഡി. സത്യമായിട്ട് ഞാൻ നമ്മുടെ സംസാര വിഷയത്തിൽ ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്
തിരുവാതിരക്കളിയുടെ പേരിലാണ്. ഇതുപോലെ തന്നെ ലൈക്ക് എന്താ പറയാ ഒരു ഗോ ഹോം ഫീലിംഗ് ആയിരുന്നു എനിക്ക് ശ്രീകുട്ടിയുടെ അവിടെ നമ്മുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം എന്നാ ഇനി അടുത്ത ദിവസം. ഞങ്ങൾ വെറുതെ, അതായത് എപ്പോഴും തിരുവാതിരക്കളി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കളിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതല്ലേ. അപ്പൊ ഞങ്ങൾ കുറച്ച് പെൺകുട്ടികൾ വെറുതെ ഞങ്ങൾക്ക് തിരുവാതിരക്കളി കളിക്കണം, സന്തോഷിച്ച് കളിക്കണം, അതെ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു സൗകര്യമുള്ള ദിവസം ചൂസ് ചെയ്ത് ഞങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്ത്, അന്ന് ലക്ഷ്മി ആയിരുന്നു അതിന്റെ മെയിൻ ആള് കൊറിയോഗ്രാഫിയുടെ. അപ്പൊ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും എന്താണ് കേട്ടോ, നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ല. പറയുമ്പോഴേക്ക് നമ്മൾ കാണിക്കുമ്പോഴേക്കും അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഒരു 2.5-3 മണിക്കൂർ പോയതറിഞ്ഞില്ല. അപ്പൊ ഞങ്ങളുടെ തിരുവാതിര ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ഇതിലൂടെ അറിയിക്കുകയാണല്ലേ. റൈറ്റ്. പിന്നെ പറയാ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സോങ്ങും കൂടി ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, കാരണം അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതിലൂടെ നിങ്ങളുടെ ഏറ്റവും മാക്സിമം പെർഫോമൻസ് കാണുക എന്നുള്ളതാണ്. സോ അനുപേട്ടനും ശ്രീകുട്ടിയും കൂടി ഒരു നല്ലൊരു സോങ്ങും കൂടി. ഇതേപോലെ തന്നെ ഇവരുടെ ഇപ്പോൾ ഡാൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് കമലദൾ. അതുകൊണ്ട് എന്താ പറയാ, വള്ളുവനാടൻ സ്റ്റൈലിൽ സംസാരം കേട്ടത് നാട്ടിൽ തന്നെയാണ്. കുറച്ചൊരു അങ്ങനെ ഒരു സ്റ്റൈലുണ്ട് എല്ലാവരും. ഞാൻ ചിലപ്പോ ശ്രീകുട്ടീനെ വിളിക്കുമ്പോ എനിക്ക് ശ്രീകുട്ടിയെ വിളിക്കുമ്പോ മാത്രം എനിക്കൊരു വിഷമല്ല. കുട്ടി കുട്ടി എന്ന് വിളിക്കുമ്പോ ശ്രീകുട്ടിയിലും ഉണ്ട് ബാക്കിയുള്ളവർ വിളിക്കുമ്പോ കുട്ടിയോ ഏത് കുട്ടിയാണ് പാട്ടിലുണ്ട്. ഇത് നമ്മള് കോമ്പറ്റീഷൻ പാടിയതല്ലോ പണ്ട്. ഞാനും അനുവേട്ടനും 20 years മുന്നേ ബാംഗ്ലൂർ വെച്ച്, ഞങ്ങൾ റിലേറ്റീവ്സ് ഒന്നുമല്ല, ഞങ്ങളൊരു കോമ്പറ്റീഷനിൽ വെച്ച് കണ്ടതാണ്. അന്ന് മുതൽ ഫസ്റ്റ് ടൈം 20 years ബാക്ക്. അന്നുള്ള സൗഹൃദമാണല്ലേ, അന്നുള്ള സൗഹൃദം. അതിനുശേഷം അനുവേട്ടന്റെ ഫാമിലി, എന്റെ ഫാമിലി ഒക്കെ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ഞങ്ങളുടെ കുട്ടികളും അതെ, രണ്ടുപേരും ഏകദേശം ഒരേ ഏജ് ആണ്. അതെയോ? അപ്പോൾ വളരെ ഒരു അങ്ങനത്തെ ഒരു ആത്മബന്ധമാണ്. അപ്പോൾ ഈ സോങ് ഞങ്ങൾ കുറേ വർഷം മുന്നേ ഒരു കോമ്പറ്റീഷന് ഒന്നുകൂടി റീകളക്ട് ചെയ്യാൻ മെമ്മറീസ് അല്ല അല്ലേ. അതെ അതെ. ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ ദമയന്തിയാടുമാലോല നടന വേഗങ്ങൾ തൂകുമഴകിൽ. ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ ദമയന്തിയാടും ആലോല നടന വേഗങ്ങൾ തൂകുമഴകിൽ. കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ, കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ, തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ, തിരയിളക്കുന്ന മഞ്ജുവേഷം നൃത്തമാടുന്നിതാ. പ്രേമോധാരണ അണയൂ നാഥ, പ്രേമോദാരണ അണയോ നാഥ. പനിനിലാവലയിലൊഴുകുമീ അനഘരാസരാത്രിലയ പൂർണ്ണമായിതാ, പ്രേമോദാരണ അണയോ നാഥ. ശരിക്കും ആ മോനിഷയുടെ ആ ഒരു ഓർമ്മകൾ കൂടി വന്നു കേട്ടോ, സത്യം പറഞ്ഞ പാട്ട് കേട്ട സമയത്ത്. അതെ, ടഫായിട്ടുള്ള പാട്ടുകളാണ് ശരിക്കും. എനിക്ക് അനുപേട്ടൻ്റെ ഒപ്പം തന്നെ ശ്രീകുട്ടിയുടെ വോയിസ് ഒക്കെ ഹൈ റേഞ്ചിലോട്ടൊക്കെ എത്തുന്ന ഒരു നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, കറക്റ്റ് അവിടെ പോയിന്റിൽ തൊട്ടിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതൊക്കെ കേൾക്കാൻ തന്നെ ഒരുപാട് വർക്കൗട്ട് ആവും. ഈവൻ ഡാൻസേഴ്സിനും കണക്റ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണെങ്കിലാണ് നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ ഈ കണ്ണുന്നൊക്കെ വെള്ളം വരണേന്ന് വെറുതെ വരില്ല. അത് ആ ഒരു
നല്ല റാപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുള്ളൂ. അതെ ഉറപ്പായിട്ടും വർഷങ്ങളുടെ ബന്ധം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ ശരിക്കും ശരിക്കും പെർഫോമൻസിൽ ഇമ്പാക്ട് ചെയ്യും. ശരിക്കും നമുക്ക് കുറച്ചുകൂടെ നൊസ്റ്റാൾജിയ ആയാലോ എന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ആ ഹിന്ദി സോങ് കേട്ട സമയത്ത് എനിക്ക് ശ്രീകുട്ടി ഒരു ഹിന്ദി സോങ് ഒന്ന് ഏതെങ്കിലും പഴയ സമയത്ത് ഒരു ലതാജിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു അത്ര പഴയതല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ ഒരു ടൈമിലുള്ള പാട്ട്. അതെ, കാരണം ഹിന്ദി വോയിസിന് ഭയങ്കര സ്യൂട്ട് ആയിട്ടുള്ളൊരു വോയിസ് ആയിട്ട് തോന്നി. അതെ, അത് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഹിന്ദി പാട്ടിൽ നമുക്ക് മോഹിനിയാട്ടത്തിലെ അല്ലെങ്കിൽ എക്സ്പ്രഷൻസും ഒക്കെ കൊണ്ടുവന്ന് പുതിയ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുകയാണ് ടോക്ക് ഓഫ് ദി ടൗണിലൂടെ. അല്ല, ആസ് എ ഡാൻസർ മൈസെൽഫ് ഞാനിങ്ങനെ പലപ്പോഴും പാടുമ്പോൾ പലരും പറയും ഭയങ്കര ഇമോട്ടീവാണ്, എക്സ്പ്രസീവ് ആണ്, കണ്ണുകൾ ഇങ്ങനെ തുറന്നു വരുന്നത്. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രീകുട്ടിയും നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാട്ടോ. ഇതുപോലെ ശ്രീകുട്ടിനെ കൊണ്ട് ചാലഞ്ച്. അല്ല, സത്യം പറയട്ടെ, ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ശ്രീകുട്ടിയുടെ എക്സ്പ്രഷൻസ് ആണ് കൂടുതലും കാണുന്നത്. ഇവിടുന്ന് ശ്രീലക്ഷ്മിയുടെ എക്സ്പ്രഷൻസ് കൂടുതൽ കാണുന്നത്. അതെ 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 അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദി സോങ്സിൽ അല്ലെങ്കിൽ തമിഴ് സോങ്സിൽ ഇപ്പൊ നമുക്ക് ഭാഷ അറിയുന്ന പാട്ടുകളാകുമ്പോൾ പ്രേമോദാഹരണ പ്രേമം നമുക്കറിയാം. അതേ സമയം ഹിന്ദി വാക്കുകളില് നമ്മളുടെ ഇപ്പൊ മലയാളീകരിച്ച ഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മോഹിനിയാട്ടത്തിലെ ഭാവങ്ങൾ കൊണ്ടുപോകുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്നു. അപ്പൊ ലെറ്റ്സ് ട്രൈ. दिल ने कहा चुपके से ये क्या हुआ चुपके से क्यों नहीं लग रहे हैं ये धरती गगन मैंने पूछा तो बोली पगली पवन प्यार हुआ चुपके से ये क्या हुआ चुपके से क्यों नहीं लग रहे हैं ये धरती गगन मैंने पूछा तो बोली पगली पवन प्यार हुआ चुपके से ये क्या हुआ चुपके से. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ലാസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ഡാൻസിൽ വെറുതെ ഒരു ടെക്നിക്കാലിറ്റി വേണമെങ്കിൽ പറയാം. ലോകധർമ്മി നാട്യധർമ്മി എന്നുണ്ട്. നാട്യധർമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ അവരുടെ വശം ഉണ്ടാവില്ല. അതുകൊണ്ട് നാട്യധർമ്മി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴുള്ള സാധാരണ ആർട്ടിസ്റ്റ് കൂടുതലും ഇങ്ങനെയുള്ള കോമ്പോസിഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ, വീണ്ടും ഞാൻ പറയാം, ഞാൻ ക്ലാസ്സസ് കേൾക്കുമ്പോൾ എന്താ പറയുക, കമ്മ്യൂണിക്കേഷനാണ് അതൊക്കെ. പാട്ടായാലും ഡാൻസ് ആയാലും ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്തില്ല വെച്ച് കഴിഞ്ഞാൽ പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും കാര്യമില്ല. ഇറ്റ് ഷുഡ് റീച്ച്. അതെ, ഉറപ്പായിട്ടും. രണ്ട് സിംഗേഴ്സ് ആണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വീണ്ടും ബാക്ക് ടു ആ ഒരു കോമ്പറ്റീഷൻ ടൈമിൽ, ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ സമയത്ത് നമ്മൾ ക്ലാസിക്കൽ സിംഗിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ പൊതുവേ ആ ഒരു ടൈമിൽ കേട്ടോ എല്ലാവരും പറയാറുണ്ട്, തോടി രാഗത്തിൽ പാടിയാലേ പ്രൈസ് കിട്ടുള്ളൂ, അത് വേണം, സ്റ്റേറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടായാലേ പറ്റുള്ളൂ. നല്ല സംതിങ് ഹാർഡാണല്ലോ അത്. പക്ഷെ പിന്നീട് അത് മാറി വന്നു. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു ഒപ്പീനിയൻ എന്താ? ഇങ്ങനെ ഒരു നമ്മളൊരു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് കുട്ടികളും ഒരു ഞാൻ എന്റെ അരങ്ങേറ്റത്തിന് തോടിയാണ് പഠിച്ചത് മെയിൻ രാഗമായിട്ട് പാടിയപ്പോ അതാണ് ഘനഗാംഭീര്യമുള്ള തോടി പഠിച്ച എല്ലാമായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ തോടിയും അതിനേക്കാളും വലിയ രാഗങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോഴും സരിഗമ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നോക്കിയിരിക്കുന്ന ആൾക്കാർ പലരും എനിക്കറിയാം. അതാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ ചിലപ്പോൾ പലർക്കും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സരിഗമ അറിയുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ കുട്ടികൾക്ക് എന്റെ ക്ലാസ്സുകളിൽ ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിൾ സാധനമാണ്. നമുക്ക് ട്വിങ്കിൾ ട്വിങ്കിൾ പാട്ടറിയാം, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഇതേ സാധനം നമുക്ക് സരിഗമയിൽ പാടാം. സാ സാ പാ പാ ദാ ദാ പാ. ഇങ്ങനെ നമുക്ക് ഓരോ പാട്ടുകള് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. കണക്ട് ചെയ്യണ ഒരു ടീച്ചർക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റണം. എല്ലാവരും അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോകില്ല. ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നു, ടീച്ചർ പറഞ്ഞിരുന്നൊരു ഇതുണ്ട്, നമുക്കെല്ലാ ഏത് കുട്ടികൾക്കായാലും നമ്മള് പാട്ട് ലാല ഈ ലാല എന്നുള്ള വെച്ചിട്ടാണ് നമ്മളെല്ലാ ചെറിയ പിള്ളേരെയും പഠിപ്പിക്കുക. ഏത് പഠിപ്പും നമ്മള് ഇപ്പൊ ഇത് മയങ്ങിപ്പോയി അത് ചിലപ്പോ പറഞ്ഞ പുള്ളിയോട്
ആ കുട്ടികൾക്ക് ഈ സൈഡ് പഠിക്കും. ഇതിനെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോരു ചെറിയൊരു ഐഡിയ കൊടുത്താൽ മതി. അതെ, ശരിക്കും തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ടീച്ചേഴ്സ്. നമ്മൾ ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കോമ്പറ്റീഷൻ അവർ റെഡിമെയ്ഡ് ആയിട്ട് മനോധർമ്മവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടും. പക്ഷെ വേറൊരു മാഷിൻ്റെ അടുത്ത് പോയ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ഓരോ ക്ലാസ്സിലും ഒരു എക്സ്ട്രാ ½ മാഷ് നമുക്ക് ഇട്ട് തരും. ഇന്ന രാഗമാണ് തന്നെത്താനെ പാടൂ എന്ന് പറയും. നമ്മളപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ എന്നാൽ പോലും അത് നല്ല കോച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ പാട്ടായാലും ഇപ്പൊ ഡാൻസ് ആയാലും ഇപ്പൊ ലക്ഷ്മി പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു സിനിമാ പാട്ട് എടുത്തിട്ട് അതിന് നമുക്ക് എന്ത് ഭാവങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അതിൽ ഈ സിനിമാ പാട്ടുകൾ നമുക്ക് എങ്ങനെ സരിഗമ സ്വരങ്ങളിൽ നമുക്ക് എങ്ങനെ അത് പാടാം, ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ ഇറ്റ് ബിക്കംസ് മോർ ഈസിയർ ടു ആക്സസ് എന്നുള്ളൊരു ഫീലിംഗ് കുട്ടികൾക്കായിരുന്നു വരും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബൈഹാർട്ടായി പോയി സ്റ്റേജിൽ പാടി ഓക്കെ അന്ന് പ്രൈസ് കിട്ടി, അത് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്, ഭാവിയിലേക്ക് എന്താണ്. ഡാൻസിലാണെങ്കിലും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പഠിച്ചിരുന്ന സമയത്ത് 5 years കഴിഞ്ഞിട്ടാണ് അരങ്ങേറ്റം ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഭരതനാട്യം 1-2 വർഷം പോലും എടുക്കുന്നില്ല. ഒരു 4 വയസ്സായി കഴിയുമ്പോ തന്നെ അരങ്ങേറ്റത്തിലോട്ട് ഈ കുട്ടികൾക്ക് ബേസിക് നവരസം എന്താന്ന് പോലും അറിയണേ ഉണ്ടാവില്ല. ഈ കുട്ടികൾ പോയി കളിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. വെച്ചാൽ കുട്ടികൾക്ക് നമുക്കും കാണുമ്പോൾ കഷ്ടം തോന്നും. കുട്ടികൾക്ക് അതൊന്നും പറ്റാണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കില്ല ഇൻസ്റ്റന്റ്. അതേപോലെ തന്നെ അതിന്റെ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ വശമുണ്ട്. അസാധ്യമായി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ശ്രമിച്ചിട്ടാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അച്ചിലട്ട വാർത്ത പോലെ എല്ലാവർക്കും അതുപോലെ അത് സാധിക്കില്ല. അത് ആ ഒരു സെൽഫ് അവയർനെസ്, പേരൻസിന്റെ അവയർനെസ്, എക്സ്പെക്ടേഷൻസ്. കാരണം പലപ്പോഴും പഠിപ്പിക്കുകയാണെങ്കിൽ പാട്ടായാലും ഡാൻസായാലും നമ്മള് കുറെ പഠിപ്പിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അതിന്റെ രാഗം എന്താണ് എല്ലാം കറക്റ്റ്. അതിനിപ്പോ പല പാരന്റ്സും നമ്മൾ അന്നേ കാണുന്നതാണ് ബാക്ക് സ്റ്റേജിൽ കുട്ടികൾ തമ്മിലല്ല കോമ്പറ്റീഷൻ, പാരന്റ്സ് തമ്മിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. ലോകം ഇൻട്രസ്റ്റിന് മക്കൾ വന്ന് പഠിക്കുമ്പോഴും അത് വലിയൊരു ഇമ്പാക്ട് തന്നെയാണ്. കുറെ കാലം മാറി വരുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അവർക്ക് ദേ ഹാവ് സെൽഫ് ഇൻട്രസ്റ്റ്. കാരണം ബാക്കിയുള്ള മറ്റുള്ളവരുടെ പെർഫോമൻസസും കുറച്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവര് സെൽഫായിട്ട് ആക്റ്റീവ് ആയിട്ട് അതിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇൻബിൽറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി പേരൻസ് അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് കൊണ്ടുവരുന്നത്. കുട്ടികൾ നമ്മളെ പറയാൻ ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള നമുക്കൊരു ഫൈനൽ സോങ്ങിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും ഒരു താരാട്ട് പോലെ അവസാനിപ്പിക്കുന്ന 3 പേരുടെയും ഒരുമിച്ചുള്ള പെർഫോമൻസ്. വെയിലേറ്റുവാടുന്ന പൂവ് പോലെ പൂങ്കാറ്റിലാടും കടമ്പു പോലെ ഒരു കടൽ പോലെ നിൻ കാലടിയിൽ തിരനുര കൈകളും നീട്ടി നിൽപ്പൂ. എന്നിട്ടും എന്തേ നീ നിന്റെ നിറുകയിലൊരു മുത്തം തന്നില്ല? ആരിരം രാരിരാരും ആരാരിരും ആരിരം രാരിരാരും താമരനൂലിനാൽ മെല്ലെയൻ മേനിയിൽ തൊട്ടു വിളിക്കൂ. താഴിട്ടു പൂട്ടുമിൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. എൻ്റെ മാറോടു ചേർത്തൊരു പാട്ടുമൂടൂ. മണിവീരലിനാൽ താളമിടൂ. മെല്ലെ മെല്ലെ നീയുറക്കൂ. താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ടൊരു എപ്പിസോഡ് ഞങ്ങൾക്ക് തന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സോ ഇനിയും ഞങ്ങളുടെ ടൗണിൽ വരണം. അതെ, ഉറപ്പായിട്ടും. നമുക്ക് ഈ ഒരു കോംബോ വീണ്ടും 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 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഓഡിയൻസിന് കാണിക്കാനും നമുക്ക് വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും കൂടി ടോക്ക് ഓഫ് ദി ടൗൺ പ്രേക്ഷകരോട് ബൈ പറഞ്ഞാലോ? റെഡി അല്ലേ? സോ ബൈ. See you next week. See you on the next show.